Hello guys, welcome to our channel. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് മസ്കറ്റ് നൈറ്റ്സ് കാണാനാണ്. ഇവിടെ മസ്കറ്റ് നൈറ്റ്സ് ഒരു മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നാണ് കാണാൻ വരാൻ പറ്റിയത്. അപ്പം ഇന്ന് ഇവിടെ നടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ ബാ. ഇതാണ് മസ്കറ്റ് നൈറ്റ്സിന്റെ എൻട്രി. ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. കോറം പാർക്കിലാണ് മസ്കറ്റ് നൈറ്റ്സ് നടക്കുന്നത്. ഒരു മാസത്തെയാണ് ഈ പ്രോഗ്രാം. മുമ്പൊരിക്കൽ ഈ പാർക്കിൽ വന്നപ്പോൾ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മസ്കറ്റ് നൈറ്റ്സിന്റെ പ്രിപ്പറേഷൻ കാരണം പാർക്ക് അടച്ചിട്ടിരിക്കുകയായിരുന്നു. നമ്മുടെ മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ള കാഴ്ച. പാർക്ക് ആയതുകൊണ്ട് തന്നെ കുറെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ടൈം ഒരു 6 o'clock ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പൊ നൈറ്റ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതെ, അപ്പോ നമുക്ക് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇപ്പൊ തന്നെ അടിപൊളി ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഉള്ളിലോട്ട് പോകുന്നേ ഉള്ളൂ. അതാണ് എൻട്രൻസ്, ആ കാണുന്നതാണ് എൻട്രൻസ്. റിലാക്സ് ചെയ്തിരിക്കാനും ഫോട്ടോസ് എടുക്കാനും ഒരുപാട് സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നേ. ഇത് ഈ കാണുന്നതൊക്കെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ടുകളാണ്. പക്ഷെ ഇരുട്ടി തുടങ്ങിയോണ്ട് ഫോട്ടോസ് ഒന്നും എടുത്തിട്ട് ശരിയായില്ലേ. ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയായിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ഇരുട്ടി തുടങ്ങിയപ്പോഴാണ് അതിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഇവിടെ നൈറ്റ് ആകുമ്പോഴാണ് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കയറുമ്പോൾ തൊട്ടേ ഫുൾ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുവാണേ. രക്ഷയില്ല, അടിപൊളി അല്ലേ? നൈറ്റ് ആയി കഴിഞ്ഞപ്പോ അതിന്റെ ഭംഗിയുണ്ടോ? ഇത് ഈ വീഡിയോയിൽ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയെങ്കിലും നിങ്ങൾക്ക് മാക്സിമം ക്വാളിറ്റിയിൽ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഭയങ്കര അടിപൊളി കേട്ടോ. എടുക്കാൻ പറ്റില്ല, എല്ലാം എടുത്തെടുത്ത് കാണിക്കരുത്. ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകൾ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അല്ല, ഇത് വലിയവർക്കും ചെറിയ പിള്ളേർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള. അയ്യടാ അല്ലേ? ഇല്ലില്ല, എനിക്ക് വേണ്ട. ഞാൻ കൊറേ ആടിയതാ. ഇത് അടുത്ത എൻട്രൻസ് ആണ് ഉള്ളിലേക്കുള്ളത്. ഒരുപാട് എൻട്രൻസുകളുണ്ട് കേട്ടോ. സൂത്രം കാണിച്ചു തരട്ടെ. അങ്ങനെ ഞങ്ങൾ മസ്കറ്റ് നൈറ്റ്സിന്റെ ഉള്ളിൽ കയറിയേക്കുവാണ് ഗൈസ്. നോക്ക് പുറകെ നിങ്ങൾ കാണുന്നുണ്ടോ? അത് സൂപ്പർ അല്ലേ? ഭയങ്കര പിന്നെ ഇനിയിപ്പോ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് മറ്റേ ഷോ തുടങ്ങും. പിന്നെ ഡ്രോൺ ഷോ ഉണ്ട്, ഡ്രോൺ ഷോ തുടങ്ങും. പിന്നെ എന്തോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അറിയില്ല, നമ്മൾ ഡീറ്റെയിൽ നമുക്കറിയില്ല. നമുക്ക് എന്തായാലും കാണാം അല്ലേ? വീണ്ടും അടുത്ത എൻട്രൻസ് കയറി ഉള്ളിലേക്ക് പോകുവാണേ. ഒരു ഏരിയയിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കാണായിരുന്നേ. ടോം ആൻഡ് ജെറിയും സ്പൈഡർമാനും എല്ലാരും ഉണ്ടായിരുന്നേ. ഇതുപോലുള്ള കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുമായിരുന്നേ. പല പല ക്യാരക്ടേഴ്സിൽ ഒരുങ്ങിയ ആൾക്കാർ ഇങ്ങനെ പോകുന്നത് കാണാവേ. അവിടുത്തെ ഷോപ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡ് ഷോപ്പുകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതലും തോന്നിയത് അവിടുത്തെ ആൾക്കാർക്ക് പറ്റിയ ഫുഡുകളായിട്ടാണ് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഫുഡ് സ്റ്റാളുകളാണ്. എല്ലാത്തിനും മെയിൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് സ്റ്റേജ് ഷോസ് ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാമിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതായിരുന്നു കേട്ടോ.
നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്നതാണ്. ശരിക്കും അത് വെള്ളമായിരുന്നു കേട്ടോ. ഈ ലൈറ്റ്സ് ഒക്കെ നോക്കിക്ക് എന്ത് ഭംഗിയാണെന്ന്. ഒരു സ്പേസ് പോലും അവർ എംപ്റ്റി ആയിട്ട് ഇട്ടേക്കുന്ന കണ്ടില്ല. എല്ലാ സൈഡിലും എന്തെങ്കിലുമൊക്കെ ആർട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് മസ്കറ്റ് നൈറ്റിന്റെ കാഴ്ചകള്. ഞങ്ങൾക്ക് കുറേയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇതിലും കുറെ കൂടുതൽ കാഴ്ചകളുണ്ടാകും അല്ലേ. ഇവിടെ ഭയങ്കര സൗണ്ട് ആയതൊന്നും പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊന്നും പറയില്ലേ. ഞങ്ങള് കുറച്ച് തളർന്ന്, അപ്പൊ ഞങ്ങളത് ഇവിടെ കൊണ്ട് വീഡിയോ എൻഡ് ചെയ്യാണ്. ഇവിടുത്തെ കാഴ്ചകൾ. യെസ്. ബൈ ഗൈസ്.